ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, സന്ദീപ് വാര്യർ വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല, ടി വിയിലൂടെയാണ് അറിഞ്ഞത് എന്നുകൂടി മുരളീധരൻ എടുത്തു പറയുന്നുണ്ട്. അതായത് പാർട്ടിയിൽ എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഞാൻ അറിയുന്നില്ല. സ്മൃതി, ആദ്യം ഈ മുരളി ഈ പരിഭവം പറച്ചിൽ നിർത്തണം. മുരളിയുടെ പരിഭവങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമൊന്നുമല്ല കേരളം. മുരളിക്ക് എല്ലാ കാര്യത്തിലും പരിഭവങ്ങളുള്ളൊരു നേതാവാണ്. ആറോഷി വളരെ കാലം മുരളിയുടെ ഫോളോ ചെയ്തിട്ടുള്ള ആളാണല്ലോ. മുരളി കെ മുരളീധരൻ എപ്പോഴൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിവ് ഉണ്ടാവുന്നു ആ സമയത്തൊക്കെ കെ മുരളീധരൻ പാർട്ടിക്ക് എതിരാകും, പാർട്ടി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും എതിരാകും. ആ ഒരു രീതിയുണ്ട് മുരളിക്ക്. മുരളീധരൻ പക്ഷേ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ കാര്യത്തിനകത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടല്ല സ്വീകരിക്കേണ്ടത് എന്നുള്ള അഭിപ്രായം പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള അഭിപ്രായമാണ്. നല്ല നിരീക്ഷണവുമാണ് മുരളിയുടെ. പക്ഷേ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ പല അടവ് നയങ്ങളും പാർട്ടികൾ സ്വീകരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് മുരളി ഒരിക്കൽ പാർട്ടി വിട്ടു പോയി, പിന്നെ DIC ഉണ്ടാക്കി, പിന്നെ തിരിച്ച് പാർട്ടിയിലേക്ക് വന്നു. അങ്ങനെ മുരളിക്ക് വന്നും പോയ ഒരു ചരിത്രമുണ്ട്. ഇടതുപക്ഷവുമായി സഖ്യം ചെയ്തിട്ടുണ്ട് കെ മുരളീധരൻ, DIC. അപ്പം അതെ, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആളല്ല മുരളീധരൻ. നമുക്ക് മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പോകണമെന്നില്ല.